വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞങ്ങൾ കുഴിമന്തി കഴിക്കാനാണ് വന്നിരിക്കുന്നത്. കുറേ നാളായിട്ട് കപ്പയും ചിക്കനും നാടൻ ഫുഡൊക്കെ അല്ലേ കുറേ നാളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വേണം തോന്നി ഞങ്ങൾ ഇവിടെ മന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് ചിക്കൻ മന്തിയാണ്. സാധാരണ അൽഫാം, ഷവായി അങ്ങനെയല്ല, ഇതൊരു നോർമൽ ചിക്കൻ മന്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ കോവളം കഴിഞ്ഞ് തിയേറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് കേട്ടോ. റാഹത്ത് എന്നാണ് പേര്. അറേബ്യൻ ഡിഷസ് ഒക്കെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ഇടമാണ് കേട്ടോ ഇത്. നോർമൽ ചിക്കൻ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. ക്വാർട്ടർ പോർഷൻ ആണ്. ക്വാർട്ടർ പോർഷൻ തന്നെ റൈസ് ഒത്തിരി കാണുമല്ലോ, രണ്ടു പേർക്ക് കഴിക്കാനായിട്ട് സുഖമായിട്ട് കാണും. അതുപോലെ തന്നെ പൊറോട്ടയും അൽഫാമും ഓർഡർ ചെയ്തു. പൊറോട്ട എന്ന് വെച്ചാൽ ഇവിടുത്തെ പൊറോട്ട നല്ല വലിയ പൊറോട്ടയാണ് കേട്ടോ. മാക്സിമം 2 എണ്ണമൊക്കെ ഒരാൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കൂടെ മയോണൈസും പിന്നെ ടൊമാറ്റോ ചട്നി അതൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ഒരു ഗ്രേവി കൊണ്ടുവച്ചായിരുന്നു. അതും മന്തിയുടെ കൂടെയാണ് കൊണ്ടുവച്ചത്. പക്ഷെ ഞാൻ അതെടുത്തില്ല. എനിക്ക് എപ്പോഴും മയോണൈസാണ് മന്തിയുടെ കൂടെ മെയിനായിട്ട് എനിക്ക് ആവശ്യമുള്ളത്. നോർമലി നമുക്ക് മന്തി റൈസിൻ്റെ കൂടെ അൽഫാമോ അല്ലെങ്കിൽ ഷവായിയുടെ പീസൊക്കെയാണ് കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മസാലയൊക്കെ ചേർത്ത് പിടിപ്പിച്ച ചിക്കൻ സ്റ്റീം ചെയ്ത് എടുത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ റൈസ് ആണെങ്കിലും നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് ആയിരുന്നു കേട്ടോ. ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് റൈസിലുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീം ചെയ്തെടുത്ത ചിക്കൻ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനോടൊപ്പം കഴിക്കാനായിട്ട്. ചട്നിയും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, കൊള്ളായിരുന്നു. മന്തിയുടെ കാര്യം പറയുവാണെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ട്രിവാൻഡ്രത്ത് തന്നെ അത്യാവശ്യം ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മന്തി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ സ്ഥലത്തും ഓരോ ടേസ്റ്റാണ്. നമുക്ക് ചട്നിയുടെ കാര്യം പറയുവാണെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ചട്നീസാണ് കിട്ടുന്നത്. ദേവേട്ടന് ഈ മന്തിയൊന്നും അധികം താല്പര്യം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊറോട്ടയാണ് പറഞ്ഞത്, കൂടെ അൽഫാമും. ഈ പൊറോട്ട എന്ന് പറയുമ്പോൾ വലിയ പൊറോട്ടയാട്ടോ. മാക്സിമം 2 എണ്ണം ഫുള്ള് ആയിട്ട് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു. അൽഫാമിൻ്റെ കൂടെ ഒരു കുബൂസും കൂടെ അവർ വെച്ചിരുന്നു. നോർമലി ഞങ്ങൾ രണ്ടുപേരും കുബൂസ് കഴിക്കാറില്ല. സാധാരണയായിട്ട് ഷവായി മേടിക്കുമ്പോൾ കിട്ടുന്ന കുബൂസ് അത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഷവർമ്മയായിട്ട് ഉണ്ടാക്കിയെടുക്കലാണ് പതിവ്. റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ ഈ മെയിനായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കഴിക്കുമ്പോൾ തന്നെ വയറങ്ങ് ഫില്ലാവുമല്ലോ. അപ്പോൾ ഈ കുബൂസ് ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇന്ന് മന്തി കഴിക്കാനായിട്ട് വന്നത്. ഒത്തിരി നാളായി മന്തിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട്. അങ്ങനെ റെഗുലറായിട്ട് നമ്മൾ മന്തിയൊന്നും അങ്ങനെ കഴിക്കാറില്ല. അത്യാവശ്യം നാടൻ ഫുഡൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. നമ്മൾ ഫുഡ് അത്യാവശ്യം വേസ്റ്റ് ആക്കാതെ തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ ലൈം ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ഡൈജഷന് ഏറ്റവും ബെസ്റ്റ് ലൈം ജ്യൂസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒക്കെ ഫിനിഷ് ചെയ്തു. എങ്കിലും നമുക്ക് കുറച്ച് ഫുഡ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞങ്ങൾ പാഴ്സൽ ചെയ്ത് എടുത്തു കേട്ടോ. ഇതൊരു കണ്ടന്റ് ബേസ്ഡ് വീഡിയോ ഒന്നും അല്ല. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു നല്ലൊരു സ്പോട്ടുമായിട്ട് കാണാം. ടാറ്റ, ബൈ, ടേക്ക് കെയർ.